മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ സ്വന്തം വിയർപ്പൊഴുക്കി ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന പ്രവാസി. അന്യനാട്ടിലെ ഏകാന്തതയിൽ 10 രൂപ മിച്ചം പിടിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ സ്വന്തം മക്കളുടെ ചിരിക്കുന്ന മുഖമായിരുന്നു. ഇന്ന് ആ വലിയ യാത്ര അവസാനിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട പ്രവാസത്തിനൊടുവിൽ പെട്ടിയിലൊതുക്കിയ ഒരുപിടി സമ്മാനങ്ങളെക്കാൾ വലിയൊരു ഹൃദയവുമായി അയാൾ തൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ബാപ്പ വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ നിന്നിരുന്ന ആ കുഞ്ഞുമക്കൾ ഇന്ന് വളർന്നിരിക്കുന്നു. കാലം മാറിയിരിക്കുന്നു, കോലവും മാറിയിരിക്കുന്നു. എങ്കിലും മാറാത്ത ഒന്നുണ്ട്, ഒരു പിതാവിൻ്റെ സ്നേഹം. പള്ളിക്കൽ അസീസ് അയാൾ തൻ്റെ സന്തുഷ്ട കുടുംബത്തെ കാണാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഏറെ നാളായി പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ തൻ്റെ പത്നിയെയും സ്വന്തം മക്കളെയും കാണുവാനായി നാട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു പള്ളിക്കൽ അസീസിൻ്റെ വീട്ടിലോട്ടാണ്. ആ വീട്ടിലെ കഥാസന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ്. 15 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. എൻ്റെ മക്കൾക്ക് എന്നെ കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. എൻ്റെ യാത്ര നീ ഹൈറാക്കി തരണമേ നാഥ. മക്കളെ എല്ലാവരും ചോറ് കഴിക്കാൻ വരീം. മക്കളെ എല്ലാവരും ചോറ് കഴിക്കാൻ വരീം. ഡാ, എത്ര നേരമായി ഞാൻ നിങ്ങളൊക്കെ ചോറ് കഴിക്കാൻ വിളിക്കണോ? നിങ്ങൾ വരുന്നുണ്ടോ? പടച്ചോനെ, എല്ലാരും കയ്യിലുണ്ട് ഒരു കുന്ത്രാണ്ടം. ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. കുന്തം. കൊണ്ട് തോച്ചു. അയ്യോ എന്താ? വേഗം ചോറയച്ചിട്ട് പോയി കടന്നുറങ്ങി കുട്ടികളെ. സൈന, എന്റെ റബ്ബേ, ഇങ്ങളോ? ആ സൈന, അന്റെ അസിക്ക. ഇക്ക മനസ്സിലായിക്കണു, ഞാൻ പൊട്ടത്തിയൊന്നല്ല. ഇതെന്താ നിങ്ങളൊരു മുന്നറിയിപ്പില്ലാതെ വന്നിക്കണേ? ഇതെന്താ ഒരു പെട്ടിയുള്ളൂ? ഒരു 4 പെട്ടിയെങ്കിലും ഇല്ലാതെ ഞാൻ നിങ്ങളോട് നാട്ടിക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പടച്ചോനെ, ഞാൻ ആ ചെമീലാനോട് എന്താ പറയാ? എന്താ സൈന ഇങ്ങനെയൊക്കെ പറയണത്? നമ്മൾ എത്ര നാളായിടി കണ്ടിട്ട്. പിന്നെ ഞാനെന്താ പറയണ്ടേ? അല്ലെങ്കിൽ ആ അയലൊക്കെ ഉള്ളവരോടൊക്കെ മോന്ത ഏത് നേരം നോക്കിയാലും ഇങ്ങോട്ടന്നെ. ഇനിയിപ്പൊ നിങ്ങളെ കൂടെ കണ്ടതിനെ ഒക്കെ കൂടെ കുറ്റി പറിച്ചോണ്ട് ഇങ്ങോട്ട് കേറി വരും. കുന്തം പോലെ നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് കേറി മനസ്സാ. അല്ലെങ്കിൽ നിങ്ങൾ കേറിയില്ലെങ്കിലും വേണ്ടില്ല, ആ പെട്ടി ഇങ്ങോട്ട് തരി. മക്കളെ, നിങ്ങളെ വാപ്പേ വന്നിക്കണു, കാര്യമൊന്നുമില്ല, ഒരു പെട്ടിയുള്ളൂ. മോനെ കാസിമേ, ഇതെന്താ നിങ്ങളോ? നിങ്ങളെന്താ കൊള്ളാ തന്നേക്കണ്? എന്തായാലും വന്നതല്ലേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കാണി. ഓക്കെ ബ്രോ. ഞാനിപ്പോ വരാം. ഹലോ ഗായ്സ്, നമ്മുടെ വാപ്പച്ച എത്തിക്കണേ. വാപ്പച്ച ഒന്നും പറയാതെ സർപ്രൈസ് ആയിട്ട് വന്നിട്ടാണ്. വാപ്പച്ച ഒരു ഹായ് പറ. ഓ ഗായ്സ്, വാപ്പച്ച സീരിയലാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും എന്റെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കേ ടാറ്റ ബൈ ബൈ. ഓക്കേ ഡാഡി, ടേക്ക് കെയർ. സൈന, ഒരു 10 റുപ്യ ഇങ്ങോട്ട് എടുത്തേ. ഇതാ പുറത്തൊരാള് വന്ന് നിൽക്കുന്നു. പടച്ചോനെ,
ഇന്നത്തെ കാലത്തും ഉടുക്കാൻ തുണികൾ പോലും ഇല്ലാത്ത ആൾക്കാരും എന്തൊരു കഷ്ട റബ്ബേ. Hey daddy, what are you saying? ലാ ഹൗല വലാ. എന്താടാ ഷാജി എന്റെ കോലെങ്ങനെ? ഇത്രയും കാലം ഞാൻ പണിയെടുത്തിട്ടും എന്റെ കുട്ടിക്ക് നല്ലൊരു പാന്റ് പോലും ഇടാനല്ല റബ്ബേ. എന്താ നിങ്ങൾ പറയുന്നത്? സൈന, അന്റെ പെൺകുട്ടികളൊക്കെ എവിടെയടി? അല്ലാ അല്ലാ, നിങ്ങളോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞേ? ഇത് എത്രാമത്തെ വട്ടം എടുക്കണേന്ന് അറിയോ? മെഹറു, ജാസി, നിങ്ങൾ എന്തൊക്കെ ഈ പറയണേ? എന്റെ പൊന്നാടെ വാപ്പ എവിടുന്ന് പോയി തരോ? എന്തൊരു കഷ്ടം, ഒന്ന് പോ വാപ്പ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. എൻ്റെ റബ്ബേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പടച്ചോനെ, പരിശുദ്ധമായ ഖുർആനല്ലേ ഇരിക്കുന്നത്? ഇതിലെന്താ ഇങ്ങനെ പൊടി? വാപ്പച്ചി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വാപ്പച്ചിയുടെ മറിയക്കുട്ടി. വാപ്പച്ചി, വാപ്പച്ചിക്ക് സുഖാണോ? വാപ്പച്ചി വല്ലതും കഴിച്ചോ? അൽഹംദുലില്ലാ, സുഖാ മോളെ. എന്നാ വാപ്പച്ചിയുടെ കുട്ടി കഴിച്ചോ? അല്ലാ, അതടിക്കല്ല വാപ്പ. എന്താ മോളെ? എടുത്തോ? എന്തിനാ വാപ്പ അത്ര ആക്രാന്തം? ഉമ്മ, എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ തിന്നു തീർക്കും. ഡാ ഷാജി, അബ്ദു, മെഹറു, കാസിമേ, എല്ലാരും ഇങ്ങോട്ട് വരീം. നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹം ഇതിലൂടെ എല്ലാരും മനസ്സിലാക്കണം. നമുക്കിന്ന് 1 മില്യൺ അടിക്കണം. എല്ലാരും ഫ്രൂട്ട്സ് വായിൽ വെക്കുമ്പോ സൂപ്പർന്ന് പറയണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? ഓക്കേ. കത്ത് പാട്ട് പാടി നടന്നു കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണി കൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള് കത്ത് പാട്ട് നോക്കട്ടെടാ മോനെ അബ്ദു. തോട്ടങ്ങളുടെ ഒലക്കത്തെ ഫോണ്. അല്ല, ഐഫോൺ 30 പ്രോ. എന്താ വാപ്പ? അവന്റെ ഒരു 13 പ്രോ. ഞാൻ ആരാ മക്കളെ നിങ്ങളുടെ? നിങ്ങൾ ഞങ്ങളുടെ വാപ്പ. ഞാൻ എവിടുന്ന വന്നെന്നറിയോ നിങ്ങക്ക്? എന്താ മനസ്സങ്ങളെ ബോധം പോയോ? ബോധം പോയത് ഇന്റെ അല്ല, നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് വാപ്പ ആരാണ്, ഉമ്മ ആരാണ്, കൂടപ്പിറപ്പ് ആരാണ്, കുടുംബബന്ധം എന്താണ് എന്ന് വല്ല ബോധമുണ്ടോ? നമ്മൾ ഈ ലോകത്ത് വന്നത് പടച്ചോനി ബാത്ത് ചെയ്യാനാ, അല്ലാതെ റീൽ ചെയ്യാനല്ല. റീലിൽ നിങ്ങൾക്ക് കുടുംബസ്നേഹം വേണം, റിയൽ ആയിട്ട് വേണ്ടല്ലേ? ഭക്ഷണം കൊണ്ട് നിങ്ങൾ റീൽ എടുക്കുന്നു. ഒരു നേരം ഭക്ഷണം കിട്ടാത്ത ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ആയുസ് കളഞ്ഞു. തിരിച്ചു വരുമ്പോ എൻ്റെ മക്കൾ എന്നെ സ്നേഹത്തോടെ വരവേൽക്കും എന്ന് ഞാൻ കരുതി. എല്ലാം വെറുതെയായി. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാണ്. വാപ്പച്ചി പോവല്ലേ വാപ്പച്ചി. ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ പൊന്നാ റസിക്ക, നിങ്ങൾ പോവല്ലേ? റസിക്ക, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടികൾ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു. അൽഹംദുലില്ലാഹ്, എൻ്റെ മക്കൾക്ക് തെറ്റ് മനസ്സിലായല്ലോ, എനിക്ക് സന്തോഷമായി. അള്ളാഹു എല്ലാവർക്കും പൊറുത്തു തരട്ടെ. Alhamdulillah, mashallah. What a great performance.